ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നിങ്ങൾക്കറിയാം, എല്ലാ പരീക്ഷകൾക്കും ഇപ്പോൾ ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഈ പരീക്ഷകൾക്കെല്ലാം കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പരീക്ഷയിലും മിനിമം ഒരു 10 മാർക്കിനെങ്കിലും കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഈ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള നിയമനങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പഠിക്കുന്നത്. സിസ്റ്റമാറ്റിക് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കേരളത്തിൽ അടുത്ത ഒരു 3 മാസ കാലയളവിൽ, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസ കാലയളവിൽ ഒരുപാട് നല്ല അപ്പോയിൻമെൻറ്റ് വന്നിട്ടുണ്ട്, നിയമനങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയിലാണെങ്കിലും പ്രധാനപ്പെട്ട RBI ഗവർണർമാർ മാറിയിട്ടുണ്ട്, CAG മാറിയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ ലോകത്തിലാണെങ്കിലും US പ്രസിഡന്റ് ഇലക്ഷൻ നടന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ പ്രധാനപ്പെട്ട ഇവന്റുകളും ഈ കഴിഞ്ഞ 3 മാസങ്ങളിൽ നടന്നിട്ടുണ്ട്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം ഇനി വരുന്ന പരീക്ഷകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. സോ അതുകൊണ്ട് നമ്മൾ കേരളം, ഇന്ത്യ, വേൾഡ് തുടങ്ങിയ മേഖലകളിൽ, തുടങ്ങിയ ആ ഒരു ടോപ്പിക്കുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട നിയമനങ്ങളെക്കുറിച്ചാണ് മുഴുവനായിട്ടും ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു 8590202323 നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നോട്ട് അവൈലബിൾ ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലോട്ട് കിടക്കാം. സോ ആദ്യം നമ്മൾ പറയുന്നത് നമ്മുടെ കേരളത്തിലെ കാര്യങ്ങളാണ്. കേരളത്തിൽ കഴിഞ്ഞ 3 മാസങ്ങളിൽ പ്രധാനപ്പെട്ട എന്തൊക്കെ മാറ്റങ്ങളാണ്, പദവികളിലാണ് മാറ്റം വന്നിട്ടുള്ളത്? അതിൽ ഒന്നാമത്തത്, കേരള വ്യവസായ വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ആരാണ്? സി ബാലകൃഷ്ണനാണ്. സി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയാണ് കേരള വ്യവസായ വികസന കോർപ്പറേഷൻ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? സി ബാലകൃഷ്ണനാണ്. അതുപോലെ മെഡിസപ്പ്. എന്താണ് മെഡിസപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ കൈപ്പറ്റുന്ന ആൾക്കാർക്കും നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസപ്പ്. സോ ഈ മെഡിസപ്പ് പരിഷ്കരണത്തിന്റെ പുതിയ ചെയർമാൻ ആരാണ്? ശ്രീറാം വെങ്കിട്ടരാമനാണ്. ഓക്കെ, അദ്ദേഹം IAS കേഡറായിരുന്നു. ഈ മെഡിസപ്പ് പരിഷ്കരണം, മെഡിസപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റുന്നവർക്കും അവർക്ക് നൽകുന്ന പുതിയല്ല, കുറച്ചു കാലം മുൻപുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസപ്പ് എന്ന് പറയുന്നത്. സോ അതിന്റെ പരിഷ്കരണത്തിന്റെ പുതിയ ചെയർമാൻ ആരാണ്? ശ്രീറാം വെങ്കിട്ടരാമനാണ്. ഇനി കേരളത്തിന്റെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ, ചീഫ് ഇലക്ഷൻ ഓഫീസർ, CEO, കേരള ഇലക്ഷൻ ചീഫ് ഓഫീസർ, മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ആരാണ്? ഡോക്ടർ രത്തൻ യു ഖേൽക്കർ ആണ്. ഡോക്ടർ രത്തൻ യു ഖേൽക്കർ ആണ് കേരളത്തിന്റെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എന്ന് പറയുന്ന ആരാണ്? ഡോക്ടർ രത്തൻ യു ഖേൽക്കർ ആണ്. അതുപോലെ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ചെയർമാനാണ് KK ഷാജു. ഇവിടെ എന്താണ്? വ്യവസായ വികസന കോർപ്പറേഷനും ഇവിടെ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ ആരാണ്? KK ഷാജു ആണ്. KK ഷാജു ആണ് പട്ടികജാതി വർഗ വികസന കോർപ്പറേഷന്റെ ചെയർമാൻ. ഏറ്റവും ഒടുവിലായിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു കേരളത്തിന്റെ ഗവർണർ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം ആ പദവിയിൽ നിന്ന് ഒഴിഞ്ഞു. ഇപ്പം നിലവിൽ കേരളത്തിന്റെ 23ാമത്തെ ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ്. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ 23ാമത് ഗവർണർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്ലൈഡിൽ പ്രധാനപ്പെട്ട 3 പോയിന്റുകളുണ്ട്. ഒന്ന്, മെഡിസപ്പ് പരിഷ്കരണത്തിന്റെ പുതിയ ചെയർമാൻ. പിന്നെ വളരെ പ്രധാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ, ചീഫ് ഇലക്ഷൻ ഓഫീസർ. അതുപോലെ കേരള ഗവർണർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വരുന്ന പരീക്ഷകൾ നമുക്ക് ചോദിക്കാം. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ് കേരളത്തിന്റെ 23ാമത്തെ ഗവർണർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങളാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട പദവികൾ. നമ്മൾ എല്ലാ പദവികളൊന്നും പറയുന്നില്ല, ആസ് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇന്ത്യയിലോട്ട് വരുവാണെങ്കിൽ ഒരുപാട് പ്രധാനപ്പെട്ട അപ്പോയിൻമെന്റ് നടന്ന ഒരു 3 മാസങ്ങളാണ് കഴിഞ്ഞ 3 മാസങ്ങൾ. അതിൽ രത്തൻ ടാറ്റ അന്തരിച്ചു. സോ അദ്ദേഹത്തിൻ്റെ പകരക്കാരനായിട്ട്, അമരക്കാരനായിട്ട്
ടാറ്റ സ്റ്റീലിന്റെ പുതിയ ചെയർമാൻ ആരാണ്? നോയൽ ടാറ്റയാണ്. അപ്പോൾ ടാറ്റ സ്റ്റീലിന്റെ പുതിയ ചെയർമാൻ ആരാണ്? നോയൽ ടാറ്റയാണ്. രത്തൻ ടാറ്റയുടെ മരണത്തിന് ശേഷം ടാറ്റ ഗ്രൂപ്പിന്റെ, ടാറ്റ സ്റ്റീലിന്റെ പുതിയ ചെയർമാൻ ആരാണ്? നോയൽ ടാറ്റയാണ്. നോയൽ ടാറ്റ. അതുപോലെ ഹരിയാന മുഖ്യമന്ത്രി, ഹരിയാനയിൽ കഴിഞ്ഞ ഒരു 3 മാസങ്ങളിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 4 സംസ്ഥാനം, ഹരിയാന, ജമ്മു കാശ്മീർ, മഹാരാഷ്ട്ര, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടന്നിരുന്നു. സോ ഹരിയാനയുടെ മുഖ്യമന്ത്രി ആരാണ്? നായിബ് സൈനിയാണ്. നായിബ് സൈനി എന്ന് പറയുന്ന വ്യക്തിയാണ് ഹരിയാന മുഖ്യമന്ത്രി. അതുപോലെ ജമ്മു കാശ്മീർ CM, ഒരുപാട് കാലത്തിന് ശേഷമാണ് ജമ്മു കാശ്മീരിൽ ഇലക്ഷൻ നടക്കുന്നത്. ഇപ്പൊ ജമ്മു കാശ്മീരിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? ഒമർ അബ്ദുള്ളയാണ്. ഒമർ അബ്ദുള്ളയാണ് ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സഞ്ജീവ് ഖന്ന. സഞ്ജീവ് ഖന്നയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. സഞ്ജീവ് ഖന്നയാണ് 51ാമത് ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. സഞ്ജീവ് ഖന്ന, ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. ദേശീയ വനിതാ കമ്മീഷന്റെ പുതിയ അധ്യക്ഷൻ ആരാണ്? വിജയ് കിഷോർ രഹത്കർ. എപ്പോഴും പരീക്ഷയിൽ മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ ഇവയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. സോ ദേശീയ വനിതാ കമ്മീഷന്റെ പുതിയ അധ്യക്ഷ ആരാണ്? വിജയ് കിഷോർ രഹത്കർ ആണ്. വിജയ് കിഷോർ രഹത്കർ. അതുപോലെ ISRO ചെയർമാൻ, ISROന്റെ S സോമനാഥ് എന്ന് പറയുന്ന മലയാളിക്ക് ശേഷം ISROന്റെ പുതിയ ചെയർമാനാണ് മലയാളിയായിട്ടുള്ള ഡോക്ടർ വി നാരായണൻ. ഡോക്ടർ വി നാരായണനാണ് ISRO ചെയർമാൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ISRO ചെയർമാൻ. അപ്പോൾ ഈ സ്ലൈഡിലെ എല്ലാ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ടാറ്റ സ്റ്റീലിന്റെ പുതിയ ചെയർമാൻ നോയൽ ടാറ്റയാണ്. ഹരിയാന മുഖ്യമന്ത്രി നായിബ് സൈനിയാണ്. ജമ്മു കാശ്മീർ CM ഒമർ അബ്ദുള്ളയാണ്. 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. വിജയ് കിഷോർ രഹത്കർ ആണ് വനിതാ കമ്മീഷന്റെ പുതിയ അധ്യക്ഷ. ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണനാണ്. അതുപോലെ ഇന്ത്യയുടെ പുതിയ കംട്രോളർ ആൻഡ് ഓഡിറ്റർ, കംട്രോളർ ആണ് കേട്ടോ, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? K സഞ്ജയ് മൂർത്തിയാണ്. ഇന്ത്യയുടെ പുതിയ CAG, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഒന്നാണ് CAG, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, CAG. സോ അത് ആരാണ്? K സഞ്ജയ് മൂർത്തിയാണ്. K സഞ്ജയ് മൂർത്തിയാണ് ഇന്ത്യയുടെ പുതിയ CAG എന്ന് പറയുന്നത്. RBIയുടെ 26ാമത് ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. നിങ്ങൾ മാറിപ്പോവരുത്, അവിടെ സഞ്ജീവ് ഖന്നയുണ്ട്. 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സഞ്ജയ് ഖന്ന. ഇവിടെ എന്താണ്? സഞ്ജയ് മൽഹോത്രയാണ്. സഞ്ജയ് മൽഹോത്രയാണ് 26ാമത് RBI ഗവർണർ. ശക്തികാന്ത് ദാസിന് ശേഷം RBI ഗവർണറായ വ്യക്തിയാണ് സഞ്ജയ് മൽഹോത്ര. പിന്നെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാണ് ദേവേന്ദ്ര ഫട്നാവിസ്. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയാണ് ഹേമന്ത് സോറൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു 4 സംസ്ഥാനങ്ങളെ ഇലക്ഷൻ പ്രധാനമായിട്ട് നടന്നിട്ടുണ്ട്. സോ അതിൽ ജാർഖണ്ഡിലെ ഹേമന്ത് സോറൻ, മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ്, ജമ്മു കാശ്മീരിൽ ഒമർ അബ്ദുള്ള, ഹരിയാനയിൽ നായിബ് സൈനി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. അപ്പോൾ കഴിഞ്ഞ 3 മാസങ്ങളിലായിട്ട് ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റ്സ് ആണ്. ഇതിലെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ 10-11 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ആ പദവികളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുപോലും സ്കിപ്പ് ചെയ്യാനുള്ളതില്ല. കേരളത്തിൽ ഞാൻ ചിലതൊക്കെ ഈ പട്ടികവർഗ വികസന കമ്മീഷൻ്റെ ഒക്കെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ഞാൻ കരുതുന്നില്ല. എന്നാൽ പോലും ഇതിലെ എല്ലാ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ കറണ്ട് അഫയേഴ്സ് എല്ലാം നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ യൂട്യൂബിലൂടെ മാത്രമല്ല, നമ്മുടെ ആപ്പുകളിലും നമ്മുടെ പല ബാച്ചുകളുടെ ക്ലാസ്സുകളിലും കറണ്ട് അഫയേഴ്സ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പഠിക്കുന്നത്. കേരളം, ഇന്ത്യ, വേൾഡ് തുടങ്ങിയ മേഖലകളിലെ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് നമ്മൾ ആദ്യം കേരളത്തിൻ്റെ മാത്രം, ഇന്ത്യയുടെ മാത്രം, വേൾഡിൻ്റെ മാത്രം, സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ളത്, ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. സോ ആ ഒരു എക്സാമിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കറണ്ട് അഫയേഴ്സ്. സോ കറണ്ട് അഫയേഴ്സ് സിസ്റ്റമാറ്റിക് ആയി പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ഈ ഒരു കോഴ്സുകളിലേക്കൊക്കെ നമ്മൾ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും?
ഈ ഒരു ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ സാധിക്കും. അതുപോലെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്ലാസ്സുകളുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളുടെ നോട്ടുകൾ, ഫ്രീ മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും അത് യൂസ്ഫുൾ ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇന്ത്യ പറഞ്ഞു, ഇനി നമ്മൾ വേൾഡിലെ പ്രധാനപ്പെട്ട അപ്പോയിൻമെൻറ്റ്സ് ആണ്. അതിൽ ആസിയാൻ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൻ്റെ ഒരു സംഘടനയാണ് ആസിയാൻ. ആസിയാൻ്റെ സെക്രട്ടറി ജനറൽ ആരാണ്? കാവോം കി ഹോൺ ആണ്. കാവോം കി ഹോൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ആസിയാൻ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൻ്റെ ഒരു സംഘടനയാണ് ആസിയാൻ. ആസിയാൻ്റെ ഒരു സെക്രട്ടറി ജനറലാണ് ആര്? കാവോം കി ഹോൺ എന്ന് പറയുന്നത്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവിയാണ് 47ാമത് US പ്രസിഡന്റ്. 45ാമതും അദ്ദേഹം തന്നെയായിരുന്നു. ആരാണ്? ഡൊണാൾഡ് ട്രംപ് ആണ്. 47ാമത് US പ്രസിഡന്റ് ആരാണ്? ഡൊണാൾഡ് ട്രംപ് ആണ്. ഡൊണാൾഡ് ട്രംപ്. ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതയായ വനിത ആരാണ്? ഹരിണി അമരസൂര്യയാണ്. ഒരു എക്സാമിൽ ചോദിച്ചിരുന്നു, ഹരിണി അമരസൂര്യക്ക് മുൻപ് ആരായിരുന്നു പ്രധാനമന്ത്രി എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു ഇന്ത്യയുടെ അയൽ സംസ്ഥാനങ്ങളും അതുപോലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ തലവന്മാരെ കുറിച്ചൊക്കെ ചോദ്യങ്ങൾ നന്നായിട്ട് വരാൻ ചാൻസ് ഉണ്ട് ഒരു ആഗോള തലത്തിലെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ. സോ ശ്രീലങ്കയുടെ പുതിയ വനിതാ പ്രധാനമന്ത്രിയാണ് ആര്? ഹരിണി അമരസൂര്യ എന്ന് പറയുന്നത്. നാസയുടെ പുതിയ മേധാവിയായി നിയമിതനായത് ആരാണ്? ജാറഡ് ഐസക്മാൻ ആണ്. ഇപ്പോൾ അമേരിക്കൻ സ്പേസ് ഏജൻസി ആയിട്ടുള്ള നാസയുടെ പുതിയ മേധാവി ആരാണ്? ജാറഡ് ഐസക്മാൻ ആണ്. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി, ഫ്രാൻസിൽ 2024 വർഷത്തിൽ പ്രധാനമായിട്ട് 3 വ്യക്തികൾ പ്രധാനമന്ത്രിയായിട്ടുണ്ട്. പെട്ടെന്ന് രാജിവെക്കുന്നത്. ആദ്യം ഗബ്രിയേൽ അറ്റാൽ, പിന്നെ മിഷേൽ ബാർ, ഇപ്പോൾ ആരാണ്? ഫ്രാങ്കോയിസ് ബൈറോ എന്ന് പറയുന്ന വ്യക്തിയാണ് ഫ്രാൻസിന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. നിലവിൽ അദ്ദേഹമാണ് ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി, ഫ്രാങ്കോയിസ് ബൈറോ. ഗബ്രിയേൽ അറ്റാൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മിഷേൽ ബാർ, ഫ്രാൻസിലെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രിയാണ് മിഷേൽ ബാർ. അതുപോലെ ഇപ്പോൾ ആരാണ്? ഫ്രാങ്കോയിസ് ബൈറോ എന്ന് പറയുന്ന വ്യക്തിയാണ് ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കറണ്ട് അഫയേഴ്സ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വരുന്ന വിവിധ നോട്ടിഫിക്കേഷനെല്ലാം ഇപ്പോൾ CPO ആയിക്കോട്ടെ, അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആയിക്കോട്ടെ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, ഏത് എക്സാം ആണെങ്കിലും കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് കറണ്ട് അഫയേഴ്സ് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണ്ടേ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. സോ അതിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രീ മെറ്റീരിയൽസും അതുപോലെ കോഴ്സുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളും കോഴ്സിൻ്റെ സ്ട്രക്ചർ എല്ലാം അറിയാൻ സാധിക്കുന്നതാണ്. സോ ഇങ്ങനെയുള്ള കണ്ടന്റ്സ് നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആവശ്യപ്പെടുന്ന ടോപ്പിക്സ്, നിങ്ങൾക്ക് ആഗ്രഹമുള്ള ടോപ്പിക്സ് എന്തൊക്കെയാണോ അത് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിരന്തരം കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്, മറ്റു പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുടെ ക്ലാസ്സുകളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലിന്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സോ അടുത്തൊരു പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.